കഴിഞ്ഞ ദിവസം മംഗളം ഓൺലൈനിൽ ഒരു വാർത്ത വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ അത് വെറുമൊരു തെരഞ്ഞെടുപ്പ് പ്രവചനമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ എങ്ങോട്ടാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന, പ്രതിപക്ഷത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ ദിശാസൂചികയായിരുന്നു അത്. കേരള രാഷ്ട്രീയം ഇന്ന് അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുകയാണ്. ഓരോ ചായക്കടകളിലും കവലകളിലും ബസ് സ്റ്റാൻഡുകളിലെ തർക്കങ്ങളിലും, എന്തിന് നമ്മുടെ സ്വന്തം സ്വീകരണ മുറികളിൽ പോലും ഇപ്പോൾ സജീവമായി നടക്കുന്ന ഒരേ ഒരു ചർച്ച വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. കേരളം ആര് ഭരിക്കും? ഭരണത്തുടർച്ചയുടെ പുതിയൊരു ചരിത്രം ഈ മണ്ണിൽ രചിക്കപ്പെടുമോ? അതോ ഭരണവിരുദ്ധ വികാരം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയവർ അധികാരത്തിലേറുമോ? ഈ ചോദ്യം തിരഞ്ഞെടുപ്പ് ചൂടിനെ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ നമ്മൾ കണ്ടു ശീലിച്ച, കേട്ട് ശീലിച്ച ഒരു രാഷ്ട്രീയ സമവാക്യമുണ്ട്. ഒരു വട്ടം ഇടത്തോട്ടെങ്കിൽ അടുത്ത വട്ടം വലത്തോട്ട്. ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ ഘടകം മാത്രം വച്ച് 5 വർഷം കൂടുമ്പോൾ അധികാരം മാറി മറിയുന്ന ഒരു പെൻഡുല രാഷ്ട്രീയം. ഈ ഒരു അലിഖിത നിയമം ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു പണിയും എടുക്കാതെ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ, ക്രിയാത്മകമായ യാതൊരു ഇടപെടലുകളും നടത്താതെ തന്നെ അധികാരം തങ്ങളുടെ കൈകളിലേക്ക് താനേ വീഴുമെന്ന് പ്രതിപക്ഷം എക്കാലത്തും വ്യാമോഹിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂലധനം തന്നെ ഈ 5 വർഷം കൂടുമ്പോൾ അധികാരം കിട്ടും എന്ന അന്ധമായ വിശ്വാസമായിരുന്നു. എന്നാൽ സമകാലിക രാഷ്ട്രീയത്തിൽ ആ പഴയ ചരിത്രങ്ങളൊക്കെ തിരുത്തിക്കുറിക്കപ്പെടുകയാണ്. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് കഴിഞ്ഞ കാലങ്ങൾ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാകാം കഴിഞ്ഞ കുറച്ചു നാളുകളായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനഃപൂർവ്വം വലിയൊരു രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കപ്പെട്ടത്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനും പരാജയഭീതിയിൽ നിൽക്കുന്ന തങ്ങളുടെ അണികളിലെ കൊഴിഞ്ഞുപോക്ക് തടയാനും അവർ കണ്ടുപിടിച്ച ഏറ്റവും പുതിയ തന്ത്രമായിരുന്നു വ്യാജ വാർത്തകളുടെ നിർമ്മിതി. ഈ കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവരുടെ സൈബർ പോരാളികൾ നിയന്ത്രിക്കുന്ന ചില പ്രത്യേക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു, UDF കേരളം തൂത്തുവാരുമത്രേ എന്നു പറഞ്ഞുകൊണ്ട് ഒട്ടും ആധികാരികതയില്ലാത്ത ഒരു കടലാസ് കഷ്ണം ചിലർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് നാം കണ്ടതാണ്. 100-ലധികം സീറ്റുകൾ നേടിയ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് അതിൽ യാതൊരു ഉളുപ്പുമില്ലാതെ, ഒരു സങ്കോചവുമില്ലാതെ അവർ എഴുതി വച്ചിരിക്കുന്നു. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത, തോൽവി ഭയന്ന് വിരളി പിടിച്ച ചില നേതാക്കൾ സ്വന്തം അണികൾക്ക് നൽകിയ വെറുമൊരു ബൂസ്റ്റർ ഡോസ് മാത്രമായിരുന്നു ആ പച്ചക്കള്ളം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനം കേരളത്തിൽ നേരിടുന്ന സംഘടനാപരമായ വലിയ തകർച്ച മറച്ചുവയ്ക്കാൻ ഇതിലും വലിയൊരു നുണ അവർക്ക് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ വ്യാജ റിപ്പോർട്ട് കണ്ട് കോട്ട് തുന്നി മുഖ്യമന്ത്രിയാകാൻ കാത്തിരുന്ന ചില നേതാക്കൾ വരെ അത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശയും ദുരന്തവും. ഏത് വകുപ്പ് ചോദിച്ചു വാങ്ങണമെന്ന് വരെ ചർച്ച ചെയ്ത നേതാക്കൾ KPCC ആസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ ഗ്രാഹ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പകൽ കിനാവുകൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലാത്തത് കൊണ്ട് ആർക്കും എന്തും സ്വപ്നം കാണാമല്ലോ. ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത, ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യാതൊരുവിധ സംഘടനാ സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു അവരുടെ തന്നെ IT സെൽ പടച്ചുവിട്ട ആ വ്യാജ റിപ്പോർട്ട്. ജനങ്ങളെ ഇത്രത്തോളം വില കുറച്ച് കാണുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഉണ്ടാകില്ല. പക്ഷേ ആ സ്വപ്നങ്ങളുടെ ആയുസ് മംഗളം ഓൺലൈനിൻ്റെ ആ എക്സ്ക്ലൂസീവ് വാർത്ത വരുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മംഗളം പുറത്തുവിട്ട വാർത്തയോടെ പ്രതിപക്ഷത്തിൻ്റെ ചീട്ടുകൊട്ടാരം ഒന്നാകെ കടപുഴകി വീണിരിക്കുകയാണ്. ഇന്നലെ വരെ ഉച്ചത്തിൽ കേട്ടിരുന്ന UDF ക്യാമ്പുകളിലെ ആ പഴയ ആഘോഷത്തിൻ്റെ ആരവങ്ങൾ ഇന്ന് നിലച്ചിരിക്കുന്നു. അവിടെ ഇപ്പോൾ കേൾക്കുന്നത് കനത്ത നിരാശയുടെയും തോൽവി മുന്നിൽ കാണുന്നവൻ്റെ നെഞ്ചിടിപ്പിൻ്റെയും ശബ്ദമാണ്. കാരണം മംഗളത്തിൽ വന്നത് വെറുമൊരു രാഷ്ട്രീയ ലേഖകൻ്റെ ഭാവനയിൽ ഉദിച്ച പ്രവചനമല്ല. അത് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ച പോലീസ് വകുപ്പിൻ്റെ ഏറ്റവും പുതിയതും കൃത്യവുമായ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നതിലാണ് ആ വാർത്തയുടെ പൂർണ്ണമായ വിശ്വാസ്യത ഇരിക്കുന്നത്. അത് മറ്റാരുമല്ല, മംഗളത്തിലെ പ്രശസ്തനായ റിപ്പോർട്ടർ ശ്രീ നാരായണനാണ്. വെറുമൊരു രാഷ്ട്രീയ വാർത്താ ലേഖകനല്ല അദ്ദേഹം. പോലീസ് വകുപ്പിലെയും രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും ഉള്ളുകള്ളികളും നിർണായക വിവരങ്ങളും അണുവിട തെറ്റാതെ പുറത്തു കൊണ്ടുവരുന്നതിൽ നാരായണനുള്ള പ്രാവീണ്യം
ഈ കേരളത്തിലെ മാധ്യമ ലോകത്ത് പരസ്യമായ രഹസ്യമാണ്. ക്രൈം ആൻഡ് പോലീസ് വാർത്തകൾ വർഷങ്ങളായി സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് പോലീസ് ഇടനാഴികളിലെ സ്പന്ദനങ്ങൾ കൃത്യമായി അറിയാം. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്നുമുള്ള ഏറ്റവും സെൻസിറ്റീവായ വിവരങ്ങൾ ചോർത്തിയെടുക്കാനും അതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കി പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും അദ്ദേഹത്തിന് മറ്റാരെക്കാളും സാധിക്കും. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ മുൻപും എത്രയോ തവണ അക്ഷരം പ്രതി ശരിയായി വന്നിട്ടുണ്ട്. പോലീസ് സേനയുമായി അടുത്ത ബന്ധമുള്ള വിവരങ്ങൾ കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യുന്ന നാരായണൻ പുറത്തുവിട്ട ഈ രഹസ്യ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. അത് വെറുമൊരു ഊഹാപോഹമല്ല, മറിച്ച് പ്രതിപക്ഷത്തെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ നേർചിത്രമാണ്. സോഷ്യൽ മീഡിയയിൽ പാറി നടന്ന ആ പഴയ വ്യാജ റിപ്പോർട്ടിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം കൂടിയാണ് നാരായണൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഇനി ആ റിപ്പോർട്ടിലെ കണക്കുകളിലേക്ക് വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. ഭരണ തുടർച്ച എന്ന ചരിത്ര നേട്ടം LDF ഒരിക്കൽ കൂടി സ്വന്തമാക്കും. നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 85ഓളം സീറ്റുകളാണ് LDF ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അതിൽ ചെറിയൊരു കുറവുണ്ടായേക്കാം. എങ്കിലും ഏകദേശം 80ഓളം സീറ്റുകളോ അല്ലെങ്കിൽ ചുരുങ്ങിയത് 75-ന് മുകളിൽ സീറ്റുകളോ നേടി LDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ ഭരണം നിലനിർത്തുമെന്നാണ് ഇൻ്റലിജൻസിൻ്റെ ശാസ്ത്രീയമായ കണ്ടെത്തൽ. വോട്ടിംഗ് ശതമാനത്തിലും കണക്കുകളിലും പ്രാദേശികമായ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും LDFന് ഭരണ തുടർച്ച ലഭിക്കുമെന്ന അടിസ്ഥാന യാഥാർത്ഥ്യത്തിന് ഒരു കോട്ടവും തട്ടില്ല എന്ന് ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. ഈ യഥാർത്ഥ റിപ്പോർട്ട് പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറം വലിയൊരു ഷോക്കാണ്. ഒരു വശത്ത് ഇല്ലാത്ത ജനപിന്തുണയുടെ പേരിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീമ്പിളക്കുന്ന നേതാക്കൾ, മറുവശത്ത് ഗ്രൗണ്ട് ലെവലിൽ യാതൊരു പ്രവർത്തനവുമില്ലാത്ത നിരാശരായ അണികൾ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗ്രൂപ്പ് പോലെ രൂക്ഷമാകുന്ന ഒരു പതിവുണ്ട്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള വടംവലികളും സംഘർഷങ്ങളുമൊക്കെ കേരളം ഒരുപാട് കണ്ടതാണ്. ഇന്നും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം പോലും ഇതുവരെ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അവരുടെ സംഘടനാപരമായ പാപ്പരത്വമാണ് കാണിക്കുന്നത്. ഇപ്പോഴും KPCC ആസ്ഥാനത്ത് സീറ്റിനു വേണ്ടിയുള്ള പടലപ്പിണക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ആർക്ക് എവിടെ മത്സരിക്കണമെന്നതിലും ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് നൽകണമെന്നതിലും ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിലെ വിമതരെ ഭയന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയാതെ വിയർക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സ്വന്തം പാർട്ടിക്കുള്ളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത, സ്ഥാനാർത്ഥികളെ പോലും ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കാൻ കഴിയാത്തവരാണ് നാളെ കേരളം ഭരിക്കാൻ പോകുന്നത് എന്നത് എത്ര വലിയ വിരോധാഭാസമാണ്. ജനങ്ങൾക്ക് ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സംഘടനാപരമായി ഇത്രയും ദുർബലമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷകളുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഈ ഇരുട്ടടി കൂടി വന്ന് പതിക്കുന്നത്. മാത്രമല്ല, LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ റോഡ് ഷോ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി വീട് കയറിയുള്ള വോട്ടുപിടുത്തവും കുടുംബയോഗങ്ങളും ചിട്ടയായി നടക്കും. കൃത്യമായ പ്ലാനിങ്ങോടെ അച്ചടക്കമുള്ള ഒരു കേഡർ സംവിധാനത്തിൻ്റെ കരുത്തിലാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവർ ജനങ്ങളോട് പറയുന്നത് കഴിഞ്ഞ 5 വർഷം അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അവിടെയാണ് കോൺഗ്രസിൻ്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ സ്വന്തമായൊരു വികസന അജണ്ട പോലുമില്ല. വെറുതെ കുറച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന അവരുടെ ധാരണ തിരുത്തപ്പെടാൻ പോവുകയാണ്. കൂടാതെ മംഗളത്തിലെ ഈ റിപ്പോർട്ട് ഒറ്റപ്പെട്ട ഒന്നല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്ന പ്രമുഖ പ്രീപോൾ സർവേകളും വിരൽ ചൂണ്ടുന്നത് ഇതേ ദിശയിലേക്ക് തന്നെയാണ്. ABP ന്യൂസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ നടത്തിയ ശാസ്ത്രീയമായ സർവേകളിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭരണ തുടർച്ചയാണ് പ്രവചിക്കപ്പെട്ടത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ പോളിംഗ് ഏജൻസികളെ വച്ചാണ് ABP സർവേ നടത്തിയത്. ABP പോലെയുള്ള സ്വതന്ത്ര ഏജൻസികളുടെ സർവേ ഫലങ്ങളും ഇപ്പോൾ പുറത്തു വന്ന ഈ പുതിയ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുമ്പോൾ ജനവിധി എങ്ങോട്ടാണ് ചായുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. വെറുമൊരു ഭരണവിരുദ്ധ വികാരത്തിൽ മാത്രം പിടിച്ചു കയറാൻ കഴിയുന്ന ഒന്നല്ല ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഗോത. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിച്ച ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട്. മാസാമാസം വീടുകളിലെത്തുന്ന ക്ഷേമ പെൻഷനുകൾ മുതൽ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ അടിസ്ഥാന സൗകര്യ വികസനം വരെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള ബോധ്യം ചെറുതല്ല. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഹൈടെക് ക്ലാസ് റൂമുകൾ, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം തുടങ്ങി
ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒടുവിൽ കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയപ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് അന്നം മുടങ്ങാതെ നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. ദേശീയ തലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നതാണ് കേരളത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ കൃത്യമായ ഒരു ബദൽ ഉയർത്തിക്കാണിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പോലും ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ഇത്രയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത്.